ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും ആഗ്രഹിച്ച നമ്മുടെ സച്ചിയുടെ രേവതി പ്രണയ രംഗങ്ങളാണ് ഇനി വരാൻ പോണത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബസ്സിൽ യാത്ര ചെയ്യണം. ആ ബസ്സിൽ യാത്ര വളരെ സൂപ്പർ ആയിരിക്കും കേട്ടോ. ഓൾറെഡി ഞാൻ ഒരുപാട് റിവ്യൂ പറഞ്ഞതാണ്. ബസ്സിൽ പോകുന്ന സമയത്ത് നമ്മുടെ സച്ചിയുടെ മേത്തേക്ക് രേവതി ചായന് കിടന്ന് ഉറങ്ങണൊക്കെ ഉണ്ട്. കുറെ നേരം രേവതിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി സച്ചി നോക്കും കേട്ടോ. തല ഇങ്ങനെ മാറ്റി മാറ്റി നോക്കും. പക്ഷെ രേവതി നല്ല ഉറക്കും. അതിനിടയ്ക്ക് നമ്മുടെ സച്ചിക്ക് ഒരു ബുദ്ധി തോന്നുവാണ്, ഇവളെ എങ്ങനെയെങ്കിലും ഈ തോളത്തിനടുത്ത് മാറ്റണം. അതിനു വേണ്ടി ഒരു അമ്മാമ ബസ്സിലേക്ക് കയറുമ്പോഴേക്കും അയ്യോ നിങ്ങൾ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് സച്ചി ആ അമ്മാമനെ പിടിച്ച് അവിടെ ഇരുത്തുവാണ്. പെട്ടെന്ന് രേവതി എഴുന്നേക്കുവാണ്. രേവതിക്ക് കാര്യം മനസ്സിലായി. കാരണം പുറകേല് സീറ്റ് ഉണ്ടായിട്ടും സച്ചി അമ്മാമനെ പിടിച്ച് അവിടെ തന്നെ ഇരുത്തിയപ്പോൾ മനസ്സിലായി ഇത് എന്നെ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇരുത്തിയതാണ്. പിന്നെ രേവതി ഒന്നും മിണ്ടോന്നില്ല. രേവതി പിന്നെ ഉറക്കത്തിൽ നിന്നൊക്കെ ഇങ്ങനെ എഴുന്നേക്കും. അതിനുശേഷം അവർ അവിടെ എത്തുമ്പോഴേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്ട് രേവതിക്ക് ആ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ മുത്തശ്ശി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നതാണ്. ഇങ്ങനെ സദ്യ വെക്കണം, പായസം വെക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിയും സച്ചിയും കൂടിയിട്ടാണ് ബൈക്കിന്, അതായത് അവിടെ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. അങ്ങനെ ബൈക്കിൽ ഇവര് ഇങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കും. തിരിച്ചു വരുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ രേവതിയും സച്ചിയും കൂടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പിറക്കി തിന്നിട്ട് രണ്ടുപേര് പോകണം. നല്ല രസമാണ് ആ ഭാഗം കാണാനായിട്ട്. അതിന് പുറമെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതിനെ സച്ചിയെടുത്തും ഭക്ഷണം വിളമ്പുന്ന സമയത്ത് മുത്തശ്ശി പറയും, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് വേണം എല്ലാ കാര്യങ്ങളും, ജീവിതത്തിന് എല്ലാ കാര്യങ്ങളും സംഭവിക്കാൻ വേണ്ട. ഭക്ഷണം തന്നെ നിങ്ങൾ ആദ്യം ഷെയർ ചെയ്ത് കഴിക്കാൻ പറയുമ്പോഴാണ് ഭക്ഷണം കൊടുക്കുന്നത്. ആ സമയത്ത് സച്ചിക്ക് വല്ലാത്ത സന്തോഷം തോന്നിട്ട്. എന്താണെന്നറിയില്ല, തൻ്റെ അമ്മ തനിക്ക് ഇതുപോലൊന്നും ഭക്ഷണം തന്നിട്ടില്ല. ആദ്യമായിട്ട് തന്നെ ഒരു അമ്മയുടെ സ്നേഹം അറിയണത് രേവതിയുടെ അമ്മയുടെ അടുത്ത് നിന്നാണ് എന്തൊക്കെ പറഞ്ഞാലും. ഇപ്പം അതേ രേവതി തൻ്റെ ഭാര്യ മാത്രമല്ല അമ്മയുടെ സ്ഥാനം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ സച്ചിയുടെ, അതായത് നാളെ തൊട്ട് സച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന രേവതി ആട്ടോ. അങ്ങനെ ഭക്ഷണം സച്ചിക്ക് കൊടുക്കുമ്പോഴേക്കും സച്ചി അത് ഭയങ്കര സന്തോഷത്തോട് കഴിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം രേവതിക്ക് ഭക്ഷണം കൊടുക്കും. അതിനുശേഷം നമ്മുടെ സച്ചിക്ക് വീണ്ടും ഭക്ഷണം കൊടുക്കുമ്പോൾ സച്ചി ഒരു കുറുമ്പൊപ്പിക്കും. സച്ചി രേവതിയുടെ കയ്യിൽ ഇങ്ങനെ എന്നിട്ടൊരു കടി കടിക്കുമ്പോഴേക്കും രേവതിക്ക് പേടിയായിട്ട് കൈയൊക്കെ ഇങ്ങനെ മാറ്റും കേട്ടോ. നല്ല രസമാണ്. പിന്നെ അവരുടെ തലമുറകൾ ഉണ്ടാകാൻ വേണ്ടിയ പായൊക്കെ മുത്തശ്ശി കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ വളരെ സൂപ്പറായിട്ടോ. റൊമാൻറ്റിക് തന്നെയാണ്. പിന്നെ രേവതിനെ ആ ഒരു കുളത്തിൽ വീഴുമ്പോൾ രക്ഷിക്കണ ആ ഒരു നിമിഷം തൊട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ രേവതിക്ക് സച്ചിയുടെ പ്രണയം തോന്നുന്നത്. ഇവർ രണ്ടുപേരിൽ ആരാണ് ഫസ്റ്റ് പ്രണയം തോന്നുന്നത് വെച്ചാൽ അത് രേവതിക്ക് തന്നെയാട്ടോ. സച്ചിക്ക് ഇഷ്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പ്രണയത്തിലേക്ക് എത്തുന്ന മുമ്പ് തന്നെ രേവതിക്കാണ് ആദ്യം സച്ചിയെടുത്ത് പ്രണയം തോന്നുന്നത്. അങ്ങനെ നമുക്ക് കാത്തിരുന്ന് കാണാം നാളത്തെ അടിപൊളി ഭാഗത്തിന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റീമേക്കിലെ ഭാഗങ്ങൾ ഞാൻ ഇനി മുതൽ പിന്നെയും അതായത് ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.